ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. +2 കമ്പ്യൂട്ടർ സയൻസ് എക്സാം നാളെയാണ്. നമുക്ക് ഈ ചാപ്റ്റർ 1 മുതൽ 12 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിലുള്ള കമ്പാരിസൺസ് ഒന്ന് സെറ്റാക്കി നോക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ടത് ചാപ്റ്റർ 1ലുള്ള അറേ വേഴ്സസ് സ്ട്രക്ചർ ആണ്. അറേ എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് സിമിലർ ഡാറ്റ ടൈപ്പ് ആണ്. എന്നാൽ സ്ട്രക്ചർ ഈസ് എ കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ആയതിനാൽ ഹെട്രോജീനിയസ് എന്ന് പറയും. എന്നാൽ ഇത് ഹോമോജീനിയസ് ആണ്. സെയിം ടൈപ്പ് ഡിഫറെന്റ് ടൈപ്പ് ആണ് അല്ലെ. രണ്ടാമത്തെ പോയിന്റ് എന്താ? സെയിം അറേ എന്ന് പറഞ്ഞാൽ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. എന്നാൽ ഇതെന്താ? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. മൂന്നാമത്തെ പോയിന്റ്, അറേത്തെ എലമെന്റ്സ് ആക്സസ് ചെയ്യുന്നത് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ അല്ല, ഇൻഡെക്സ് ആണ്, സബ്സ്ക്രിപ്റ്റ് ആണ്. സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തതാണ്. എന്നാൽ ഇവിടെ ഡോട്ട് ഓപ്പറേറ്റർ ആണ്. അറേന്റെ ഉള്ളിൽ മറ്റൊരു അറേ വന്നാൽ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറയും. എന്നാൽ സ്ട്രക്ചറിന്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ, ദാറ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. 4 പോയിന്റ്. എക്സ്ട്രാ പോയിന്റ് വേണമെങ്കിൽ എഴുതാം. ഹോമോജീനിയസ് ആണ്, ഹെട്രോജീനിയസ് ആണ്. ഫസ്റ്റ് കമ്പാരിസൺ. എന്നാ പിടിച്ചോ സെക്കൻഡ് കമ്പാരിസൺ. ഈ ചാപ്റ്ററിൽ തന്നെ 2 ടൈപ്പ് മെമ്മറി അലോക്കേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും. ഈ സ്റ്റാറ്റിക് ഡൈനാമിക് ചാപ്റ്റർ 1ലുണ്ട്, ചാപ്റ്റർ 2ലുണ്ട്, ചാപ്റ്റർ 3ലുണ്ട്, ചാപ്റ്റർ 4ലുണ്ട്. നമുക്ക് നോക്കാം. ചാപ്റ്റർ 1ത്തെ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനും ഡൈനാമിക് മെമ്മറി അലോക്കേഷനും മെമ്മറി അലോക്കേറ്റ് ചെയ്യലാണ്. ഡ്യൂറിങ് കമ്പൈൽ ടൈം ആണെങ്കിൽ, ബിഫോർ ദി എക്സിക്യൂഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക്. ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡൈനാമിക്. ആ ഡൈനാമിക്കിൽ പുതിയ കഥാപാത്രങ്ങളുണ്ട്. ന്യൂ എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്, ഡിലീറ്റ് എന്നുള്ള ഓപ്പറേറ്റർ ഉണ്ട്. ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി അലോക്കേഷൻ. അങ്ങനെ ഒരു ഓപ്പറേറ്ററെ ഇവിടെ വേണ്ട. ന്യൂ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്. എന്നാൽ ഡി അലോക്കേഷന് പ്രത്യേകിച്ച് ഒരു ഓപ്പറേറ്ററും ഇല്ല. നോ ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ്. എന്നാൽ ഇവിടെ ഡിലീറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ മെമ്മറി ഡി അലോക്കേഷൻ, മെമ്മറി ഒഴിവാക്കാൻ വേണ്ടി. പോയിന്റർ നിർബന്ധമേ ഇല്ല. സ്റ്റാറ്റിക്കിന്റെ കേസിൽ പോയിന്റർ ഈസ് നോട്ട് നീഡഡ്. ഇവിടെ എന്താ? പോയിന്റർ ഈസ് എസെൻഷ്യൽ ആണ്. 4 പോയിന്റ് അവിടെയും. കം ടു ചാപ്റ്റർ 2ലേക്ക് എത്താം. ചാപ്റ്റർ 2ന്റെ കേസിലാണെങ്കിൽ പോപ്പ് വേഴ്സസ് ഊപ്പ് ചോദ്യം വരാറുണ്ട്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും ആണ്. എന്താ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്? പോപ്പാണ്. ഫോക്കസ് ഓൺ പ്രൊസീജിയർ ആണ്. എന്നാൽ ഇവിടെ ഫോക്കസ് ഓൺ ഡാറ്റ ആണ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണ്. ഡാറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി ആണ് അല്ലെ. ക്യാൻ മോഡൽ റിയൽ വേൾഡ് എൻറ്റിറ്റി. ഇവിടെ എന്താ? കാണ്ട് മോഡൽ. ഇപ്പോൾ ഫോക്കസ് ഓൺ ഒബ്ജക്റ്റ്, ഫോക്കസ് ഓൺ എന്താ? ക്യാൻ മോഡൽ റിയൽ വേൾഡ്. ഡാറ്റ സെക്യൂർ ആണ്. അബ്സ്ട്രാക്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് ഡാറ്റ സെക്യൂർ ആണ്. അപ്പോൾ ഇവിടെ നോട്ട് സെക്യൂർ. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്, ഇത് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ, ചാപ്റ്റർ 3ലേക്ക് പോവാം. ചാപ്റ്റർ 3ന്റെ കേസിലാണെങ്കിൽ സ്റ്റാക്ക് വേഴ്സസ് ക്യൂ ചോദിക്കാറുണ്ട്. അപ്പൊ നേരെ എഴുതാം. സ്റ്റാക്ക് എന്നുള്ള ഇവിടെ പ്ലേസ് ചെയ്യും, അതുപോലെ ഇവിടെ ക്യൂ എന്നുള്ള പ്ലേസ് ചെയ്യും. എന്താണ് എഴുതേണ്ടത്? ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് എഴുതേണ്ടത്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അട്ടിക്കിട്ട സാധനമാണ്. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് 1 end. ഇവിടെ ആണെങ്കിലോ 2 എൻഡിലാണ്ടാവുക. ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ആർ ടേക്സ് പ്ലേസ് അറ്റ് ഡിഫറെന്റ് എൻഡ്. ദാറ്റ് എൻഡ് ഈസ് കോൾഡ്, ഇവിടെ എൻഡിനെ പറയുന്ന പേര് ടോസ് എന്നാണ് പറയുക. ഇവിടെ 2 എൻഡ് ഉണ്ട്. റിയർ എന്നുള്ള എൻഡും, ദാറ്റ് ഈസ് ഇൻസേർഷൻ എൻഡ് ഈസ് കോൾഡ് റിയർ, ഡിലീഷൻ എൻഡ് ഈസ് കോൾഡ് ഫ്രണ്ട്. 2 പോയിന്റ് ആയി. മൂന്നാമത്തെ പോയിന്റ്, ഇവിടുത്തെ പ്രിൻസിപ്പിൾ, സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ലിഫോ. എന്താ ലിഫോ? ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഇവിടെ പറയുന്ന പേരാണ് ഫിഫോ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അവിടെ തീർന്നു. 3 എക്സാമ്പിൾ കൂടി ഇതാ, അടിപൊളിയായി. എക്സാമ്പിൾ ഇവിടെ എന്താ? CD പാക്ക് ആണ്. ഇവിടെ എന്താ? ക്യൂ ഇൻ തിയേറ്റർ ആണ്. അവിടെ പൂർണ്ണമായി. സോ കം ടു ചാപ്റ്റർ നമ്പർ 4. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും ഒരുപാട് തവണ നമ്മൾ പഠിച്ച സാധനമാണ്. 4 പോയിന്റ്സ് പഠിക്കണം. കണ്ടന്റ് ആൻഡ് ലേ ഔട്ട് ആർ ഫിക്സഡ് ആണ്. എന്നാൽ ഇവിടെ എന്താ? മേ ഓർ മേ നോട്ട് ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. ചേഞ്ച് ചെയ്യും. രണ്ടാമത്തെ പോയിന്റ്, സ്റ്റാറ്റിക് വെബ് പേജ് ആണെങ്കിൽ റൺ ഓൺ ബ്രൗസർ ആണ്, എക്സിക്യൂട്ടഡ് ഓൺ ബ്രൗസർ ആണ്, റൺ ഓൺ ബ്രൗസറിലാണ്. എന്നാൽ ഇവിടെ റൺ ചെയ്യുന്നത് സെർവറിലായിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, നെവർ യൂസ് ഡാറ്റാബേസ്. സ്റ്റാറ്റിക്കിന്റെ കേസിൽ നെവർ യൂസ് ഡാറ്റാബേസ്. എന്നാൽ ഇവിടെ എന്താ? ഡാറ്റാബേസ് ഈസ് യൂസ്ഡ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ്, ആർക്ക് വേണമെങ്കിലും സ്റ്റാറ്റിക് വെബ് പേജ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാം. ഈസി ടു ഡെവലപ്പ് ആണ്. എന്നാൽ ഇവിടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് ആർ റിക്വയർഡ്. അവിടെ തീർന്നു സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. ഈ പേജിൽ തന്നെ, ഈ ചാപ്റ്ററിൽ തന്നെ മറ്റൊരു സെക്ഷൻ ആണ് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. എന്താടാ? 4 പോയിന്റ്. സ്ക്രിപ്റ്റ് ആണ്. സ്ക്രിപ്റ്റ് ഈസ് കോപ്പി അടിച്ചു ബ്രൗസറിലാണ് ഉണ്ടാവുക. ഓൾറെഡി ക്ലയന്റിന്റെ ബ്രൗസറിലാണ് ഉണ്ടാവുക. എന്നാൽ ഇവിടെ എന്താ? ഓൾറെഡി വെബ് സെർവറിലാണ് ഉള്ളത്. റണ്ണ് ചെയ്യുന്നതോ ബ്രൗസറിലാണ്, റൺ ചെയ്യുന്നത് സെർവറിലാണ്. എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിലാണ്, ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ബ്രൗസറിലാണ്. എന്തിനു വേണ്ടിയ ക്ലയന്റ് സൈഡ്? വാലിഡേഷൻ പർപ്പസിനാണ്.
അപ്പൊ കണക്ട് ടു എന്താണ് പർപ്പസ് ഈസ് വാലിഡേഷൻ. ഇവിടെ എന്താ കണക്ട് ടു ഡാറ്റാബേസുമായി കണക്ട് ചെയ്യും ആൻഡ് റിട്ടേൺ ദ റിസൾട്ട്. യൂസറിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഏത് ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസർ ക്യാൻ ബ്ലോക്ക്. ഇവിടെ എന്താ കാൺ ബ്ലോക്ക്, യെസ് കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ യൂസർ. ഈ 4 പോയിന്റ് പഠിക്കുക, അവിടെ തീർന്നു. സോ കം ടു ചാപ്റ്റർ നമ്പർ 5 പോകുമ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്. ലിസ്റ്റിന്റെ 3 ടൈപ്പാണ്. അൺഓർഡേർഡ് ലിസ്റ്റിന്റെ പ്രത്യേകത എന്താ? അതിൽ സിമ്പിൾസ് ആണ് ഉണ്ടാവുക. ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിലാണ് എന്താ വരിക? ഓർഡേർഡ് ലിസ്റ്റ് ആണെങ്കിൽ നമ്പർ ഓർ ലെറ്റർ ഓർ റോമൻ ആണ് ഓർഡേർഡ് ലിസ്റ്റിന്റെ കേസിൽ. അൺഓർഡേർഡ് ലിസ്റ്റ് പറഞ്ഞാൽ അതിൽ സിമ്പിൾസ് ആണ് ഉണ്ടാവുക. സിമ്പിൾസിലെ ആട്രിബ്യൂട്ട്സ് വരുന്നത് ടൈപ്പാണ്. ആ ടൈപ്പിൽ ആ 3 ടൈപ്പ് ഡിസ്ക്, സർക്കിൾ, സ്ക്വയർ. അൺഓർഡേർഡ് കേസിൽ ടൈപ്പ് സ്റ്റാർട്ട്, എന്താ ടൈപ്പ് സ്റ്റാർട്ടിൽ ഉണ്ടാവുക? ടൈപ്പ് എന്ന് പറഞ്ഞാൽ 1 2 അല്ലെ 1 2 3 ആ ഓർഡർ, അല്ലെങ്കിൽ റോമൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ABCD അതാണ് വരിക. ഡെഫിനിഷൻ ലിസ്റ്റ് ആണ് സ്പേസ് ഓർ ഇൻഡന്റേഷൻ, ഓരോന്ന് ഹെഡിങ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് വൺ, യെസ് എക്കോ വേഴ്സസ് പ്രിന്റ്. ചാപ്റ്റർ 10 എത്തി. ചാപ്റ്റർ 10 അടുത്ത കമ്പാരിസൺ വരുന്നത് എക്കോ വേഴ്സസ് പ്രിന്റ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. 3 പോയിന്റ്സ് പഠിക്കേണ്ടത്. എക്കോയും പ്രിന്റും നമ്മളെ വ്യത്യാസം. എക്കോന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ പാരാമീറ്റർ പോസിബിൾ ആണ്, എന്നാൽ പ്രിന്റിന്റെ ഉള്ളിൽ ഒരൊറ്റ പാരാമീറ്റർ പറ്റുള്ളൂ, സിംഗിൾ പാരാമീറ്റർ. ഇവിടെ മൾട്ടിപ്പിൾ പാരാമീറ്റർ. സെക്കൻഡ് വൺ ഈസ് പ്രിന്റ് ആണ്, മൾട്ടിപ്പിൾ പാരാമീറ്റർ പറ്റൂല, അതുകൊണ്ട് തന്നെ ചിലത് വർക്ക് ചെയ്യും, ചിലത് വർക്ക് ചെയ്യൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് റിട്ടേൺ, ഓൾവേസ് റിട്ടേൺ എയ്തർ ട്രൂ ഓർ ഫാൾസ്. എക്കോന്റെ കേസിൽ അങ്ങനത്തെ പ്രശ്നമില്ല, എന്ത് കൊടുത്താലും വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഓൾ നോ റിട്ടേൺ വാല്യൂ, ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അപ്പൊ നല്ലതേതാ? എക്കോൺ. അപ്പൊ എക്കോ ഈസ് ലിറ്റിൽ ഫാസ്റ്റർ ആണ്, മറ്റേതെന്താ ലിറ്റിൽ സ്ലോവർ ആണ്. അവിടെ തീർന്നു. സോ ചാപ്റ്റർ 11 പോകും. അല്ല, ആ ചാപ്റ്റർ 10 തന്നെ ലാസ്റ്റ് സെക്ഷൻ ഉണ്ട്, ഗെറ്റ് വേഴ്സസ് പോസ്റ്റ്. ഒരു ഡാറ്റ പാസ് ചെയ്യുന്നത് ഗെറ്റ് മെത്തേഡ് കൂടെ ആണെങ്കിൽ, HTTP ഗെറ്റ് മെത്തേഡ് കൂടെയാണ് പാസ് ചെയ്യുക ഗെറ്റ് ആണെങ്കിൽ. എന്നാൽ ഇവിടെ എന്താ? HTTP പോസ്റ്റ് മെത്തേഡാണ്. ഈ ഗെറ്റ് മെത്തേഡ് കൂടെ പാസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴുതുന്ന എല്ലാ ഡീറ്റെയിൽസും, എൻ്റെ എല്ലാ ഡാറ്റയും വിസിബിൾ ഇൻ ദ URL ആണ്. ഡാറ്റ ഈസ് വിസിബിൾ ഇൻ ഡിസ്പ്ലേഡ് ഇൻ URL ഡിസ്പ്ലേ ആണ്. ആ URL ഡിസ്പ്ലേ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? സെക്യൂർ ആണോ? അല്ല, എൻ്റെ എല്ലാ ഡീറ്റെയിൽസും പോകും, നോട്ട് സെക്യൂർ ആണ്. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? നോട്ട് ഡിസ്പ്ലേഡ് എനിവർ, എവിടെയും ഡിസ്പ്ലേ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സെക്യൂർ ആണ്. ഇവിടെ സെക്യൂർ അല്ല എങ്കിലും അതെന്താ? ഫാസ്റ്റ് ആണ്. അപ്പൊ ഇത് സ്ലോ ആണ്. ഇവിടെ 2000 ക്യാരക്ടേഴ്സിന്റെ ലിമിറ്റ് ഉണ്ട്, ഇവിടെ നോ ലിമിറ്റ്. ചാപ്റ്റർ 10 അടുത്ത കമ്പാരിസൺ ഇവിടെ പൂർണ്ണമായി. The last one is സീരിയൽ കമ്പ്യൂട്ടിംഗ് ആൻഡ് പാരലൽ കമ്പ്യൂട്ടിംഗ്. ചാപ്റ്റർ 11 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള പാരലൽ കമ്പ്യൂട്ടിങ്ങിലുള്ള ഡിസ്കസ് ചെയ്യുന്നതാണ് സീരിയലും പാരലും തമ്മിലുള്ള ഡിഫറൻസ്. സീരിയൽ കമ്പ്യൂട്ടിങ്ങിൽ സിംഗിൾ പ്രോസസ്സറാണ്, മറ്റത് മൾട്ടിപ്പിൾ പ്രോസസ്സറാണ്. സിംഗിൾ പ്രോസസ്സർ, മൾട്ടിപ്പിൾ പ്രോസസ്സർ. എന്താ ഈ സിംഗിൾ പ്രോസസ്സറിന്റെ പ്രത്യേകത? എന്താ? സീരീസ് ഓഫ് എ പ്രോബ്ലം ഈസ് ബ്രോക്കൺ ഇൻ ടു ഡിസ്ക്രീറ്റ് സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് കട്ട് ചെയ്യുക. എന്നാൽ ഇവിടെ എ പ്രോബ്ലം ഈസ് ബ്രോക്കൺ ഇൻ ടു ഡിസ്ക്രീറ്റ് പാർട്ട് and that can be solved concurrently. ഇത് സീക്വൻഷ്യലി മാനറിലാണ് വർക്ക് ചെയ്യാം. സീക്വൻഷ്യലി ആണ്, ഇത് സൈമൾട്ടേനിയസ് ആണ്. എവിടെ? സൈമൾട്ടേനിയസ്ലി. ആൻഡ് ഫൈനലി അറ്റ് എ ടൈം വൺ ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഓൺ എ സിംഗിൾ പ്രോസസർ. അതാണ് സീരിയൽ. only one instruction is executed on a single processor at any moment. ഇവിടെ ആണെങ്കിലോ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആർ എക്സിക്യൂട്ടഡ് സൈമൾട്ടേനിയസ്ലി. അപ്പം ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്റർ 1 to 12. ഒരുപാട് കമ്പാരിസൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെറ്റ് അല്ലടാ? താങ്ക് യു.